ഇടുക്കി തൊടുപുഴ ബിജു ജോസഫ് കൊലപാതക കേസിൽ നിർണായക തെളിവുകൾ കണ്ടെത്തി പോലീസ്. കൊലപ്പെടുത്തിയ ശേഷം ബിജുവിനെ ആദ്യം എത്തിച്ചത് ജോമോന്റെ വീട്ടിലേക്കാണ്. മരിച്ചുവെന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് ഗോഡൌണിലെത്തിച്ച് മൃതദേഹം ഉപേക്ഷിച്ചത്. പ്രതികളെ ജോമോന്റെ വീട്ടിലും ഗോഡൌണിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വീട്ടിൽ നിന്നും രക്തക്കറ കണ്ടെത്തി. ഗോഡൌണിൽ നിന്ന് പ്രതികൾ ഉപയോഗിച്ച ഇടിവളയും വസ്ത്രങ്ങളും കണ്ടെടുത്തു. കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. തൊടുപുഴയിൽ ബിജു ജോസഫിനെ കൊട്ടേഷൻ നൽകി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് നിർണായക കണ്ടെത്തലുകൾ ഉണ്ടായത്. കാപ്പ കേസിൽ ഉൾപ്പെട്ട എറണാകുളത്ത് ജയിലിൽ കിടന്നിരുന്ന കേസിലെ രണ്ടാം പ്രതി ആഷിഖിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിലൂടെയാണ് കൊലപാതകത്തിന്റെ പൂർണ്ണരൂപം പോലീസ് പുറത്തു കൊണ്ടുവന്നത്. കോലാനിയിൽ നിന്ന് ഒമിനി വാനിൽ കയറ്റിയ ബിജുവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ശേഷം ആദ്യം എത്തിച്ചത് ജോമോന്റെ വീട്ടിലേക്ക്. വീട്ടിലെത്തിച്ചത് ആഷിഖും ജോമോനും മുഹമ്മദ് അസ്ലവും ചേർന്ന്. ബിജു മരിച്ചു എന്ന ഉറപ്പ് വന്നതോടെ ജോമിനെ വിളിച്ചു വരുത്തി. ഗോഡൌണിലെത്തിച്ച മാൻഹോളിലൂടെ മൃതദേഹം ഉള്ളിലേക്ക് തള്ളി. ഇന്ന് 3 പ്രതികളെയും ജോമോന്റെ വീട്ടിലും ഗോഡൌണിലും എത്തിച്ചു നടത്തിയ വിശദമായ തെളിവെടുപ്പിലാണ് നിർണായക തെളിവുകൾ പോലീസ് കണ്ടെത്തിയത്. ജോമോന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ തറയിലും ഭിത്തിയിലും രക്തക്കറ കണ്ടെത്തി. വീട്ടിൽ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. വീടിന്റെ വാതിൽ തുറന്നു നൽകിയത് ജോമോന്റെ ഭാര്യ എന്നാണ് പ്രതികളുടെ മൊഴി. മൃതദേഹം ഉപേക്ഷിച്ച ജോമോന്റെ കലയന്താനിയിലുള്ള ഗോഡൌണിൽ എത്തിച്ചു നടത്തിയ തെളിവെടുപ്പിൽ പ്രതികളുടെ ഇടിവളകളും വസ്ത്രങ്ങളും കണ്ടെത്തി. കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ ജോമോൻ, മുഹമ്മദ് അസ്ലം, ജോമിൻ കുര്യൻ എന്നിവരെ കോടതിയിൽ ഹാജരാക്കി. രണ്ടാം പ്രതി ആഷിഖ പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ്. റിപ്പോർട്ടർ, ഇടുക്കി.